ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി പാർട്ടിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 ഭാഗങ്ങളിൽ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ കേട്ടോ. കുറേ കാര്യങ്ങൾ ബേസൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ കാണാം, അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ബേസൊക്കെ ക്ലിയർ ആയിട്ട് വരും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് വിൻഡ്സ് തൊട്ടിട്ടാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പം കാണാത്തവർ അത് നിർബന്ധമായിട്ടും കണ്ടിട്ട് തന്നെ നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കാം. അപ്പം നമുക്ക് നോക്കാം, ഫോർമേഷൻ ഓഫ് വിൻഡ്. എന്താണ് വിൻഡ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയാണ് വിൻഡ് ഫോം ചെയ്യുന്നത്, അല്ലെ ഒരു കാറ്റ് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്കുള്ള എയറിൻ്റെ മൂവ്മെൻ്റ് ആണ്. എങ്ങനത്തെ മൂവ്മെൻ്റ് ആണ്? ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്, അല്ലേ? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കാറ്റ്, വിൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിൻഡ് ഫോം ചെയ്യുന്നത്? Wind is formed the horizontal movement of air from a high pressure zone to a low pressure zone. It is known as a wind. Global variation in the atmospheric pressure lead to the formation of winds. അപ്പം എന്താണ് മെയിൻലി വിൻഡിലേക്ക് എത്തിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അല്ലേ? ഗ്ലോബൽ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മുടെ വിൻഡിൻ്റെ ഫോർമേഷനിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, നമ്മുടെ വിൻഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. വിൻഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വേരിയേഷൻ മൂലമാണ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കുള്ള മൂവ്മെൻറ്റിനെ, എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. Okay, there are different types of winds on Earth's surface ranging from light breeze to cyclones. അല്ലേ? പലവിധം കാറ്റുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിൽ ചെറിയ ഇളം കാറ്റ് മുതൽ ലൈറ്റ് ബ്രീസ് തൊട്ടിട്ട് സൈക്ലോൺസ്, ചുഴലിക്കാറ്റ് വരെ അതിലുണ്ട്. അപ്പോൾ there are different types of winds on the Earth's surface ranging from light breeze to cyclones. പിന്നെ അടുത്ത ടോപ്പിക്ക് നോക്കുക, നെയിം ഓഫ് വിൻഡ്. എങ്ങനെയാണ് നമ്മൾ കാറ്റിൻ്റെ പേരിടുന്നത്? ഇത്രയേ ഉള്ളൂ. കാറ്റിൻ്റെ പേരിടുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ്. വിൻഡ്സ് ആർ നെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലൂ. എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് ആ ഡയറക്ഷൻ നോക്കിയിട്ടാണ് കാറ്റിൻ്റെ പേരിടുന്നത്. Okay, winds are named on the basis of the direction from which they blew. For example, the south wind is the wind blowing from the south. ഇത്രയേ ഉള്ളൂ. സൗത്ത് വിൻഡ് എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്നിട്ട്, അല്ലേ, നമ്മുടെ സൗത്തിൽ നിന്ന് വീശുന്ന കാറ്റിനെ നമ്മൾ സൗത്ത് എന്ന് വിളിക്കും, സൗത്ത് വിൻഡ് എന്ന് വിളിക്കും. ഇപ്പം ലാൻഡ് ബ്രീസ്, സീ ബ്രീസ് എന്നൊക്കെ പറയില്ലേ. അപ്പം ലാൻഡിൽ നിന്ന് വീശുന്ന കാറ്റിനെ നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. സീയിൽ നിന്നിട്ട് കാറ്റ് വീശുകയാണെങ്കിൽ, ബ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ സീ ബ്രീസ് എന്ന് വിളിക്കും. അപ്പം എങ്ങനെയാണ് വിൻഡിൻ്റെ നെയിം ഇടുന്നത്? വിൻഡ്സ് ആർ നെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലൂ. പിന്നെ എന്താണ് കാറ്റിൻ്റെ നേച്ചർ ഓഫ് ദ വിൻഡ് എന്തൊക്കെയാണ്? ദ പെക്യുലാരിറ്റി ഓഫ് ദ സോഴ്സ് റീജിയൻസ് ഇൻഫ്ലുവൻസ് ദ നേച്ചർ ഓഫ് ദ വിൻഡ്. എവിടെയാണ് അതിൻ്റെ ഉറവിടം, അതിൽ കാറ്റിൻ്റെ നേച്ചറിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സീ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ, വെയർആസ് ദ മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ലെസ് ഇൻ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ ഡ്രയർ റീജിയൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു കാറ്റിൻ്റെ നേച്ചർ നമുക്ക് നോക്കാനാണെങ്കിൽ മെയിൻ നമ്മൾ പറഞ്ഞത് സോഴ്സാണ്, അതിൻ്റെ ഉറവിടമാണ്. അപ്പോൾ ഒരു കാറ്റ് വീശുന്നത് കടലിൽ നിന്നാണ് ഒരു കാറ്റ് വീശുന്നതെങ്കിൽ ആ കാറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ആ കാറ്റിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും, അല്ലേ? മോയ്സ്ചർ, ഈർപ്പം നല്ല ഉണ്ടാവും. കടലിൽ നിന്നാണല്ലോ വീശുന്നത്, അപ്പം നല്ല മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും. ഇനിയിപ്പം ഈ കാറ്റ് വീശുന്നത് വലിയ ഡെസേർട്ടിൽ നിന്നൊക്കെ ആണെങ്കിലോ അവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കാറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡ്രയർ. അപ്പം കാറ്റിൻ്റെ നേച്ചർ, അതിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സിൽ നിന്നാണ്, ഉറവിടത്തിൽ നിന്നാണ്. എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് അതിൻ്റെ നേച്ചർ അതിനുണ്ടാവും. ഉറവിടത്തിൻ്റെ നേച്ചർ ഈ കാറ്റിൻ്റെ സ്വഭാവത്തിനുണ്ടാവും. ഇപ്പം കാറ്റ് സീയിൽ നിന്നാണ് വീശുന്നതെങ്കിൽ കാറ്റിൽ ഈർപ്പം ഉണ്ടാവും. അതുപോലെ കാറ്റ് ഇപ്പം ഡ്രയർ റീജിയൻസിലാണ് വീശുന്നതെങ്കിൽ കാറ്റിനും എന്തായിരിക്കും? അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. കാറ്റും നല്ല ഡ്രൈ ആയിരിക്കും. ഓക്കെ,
ഇനി സ്പീഡ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് ദ വിൻഡ്. കാറ്റിൻ്റെ വേഗതയും ദിശയും എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ വേഗതയും ദിശയും തീരുമാനിക്കുന്നത് മെയിൻലി 3 ഫാക്ടേഴ്സാണ്. 3 ഫാക്ടേഴ്സ് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കൊറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അപ്പോൾ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്, കാറ്റിൻ്റെ വേഗതയും ദിശയും നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞോളണം. പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് ഒന്ന്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, രണ്ടാമത്തേത് കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് മൂന്നാമത്തേത് ഫ്രിക്ഷനാണ്. കേട്ടോ. അപ്പം നമുക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് കൊറിയോളിസ് ഫോഴ്സ്. എന്താണ് കൊറിയോളിസ് ഫോഴ്സ്? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതുപോലെ വളരെ സിമ്പിളുമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നോക്കൂ, അതിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ്: ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദി ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു എ ഫോഴ്സ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത്സ് റൊട്ടേഷൻ. ഇതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന്. ഇത്രയേ ഉള്ളൂ. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീലി മൂവിങ് ബോഡീസ്. എന്താ ഫ്രീലി മൂവിങ് ബോഡീസ് എന്ന് പറഞ്ഞാൽ? മെയിൻലി കാറ്റും വെള്ളവും ഒക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ബോഡീസാണ് അല്ലേ. അപ്പോൾ ഈ ഫ്രീലി മൂവിങ് ബോഡീസ് പെട്ടെന്ന് അവ ഡിഫ്ലക്റ്റ് ചെയ്യും, അപ്പോൾ തെന്നി മാറും. എങ്ങോട്ട്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഈ ഫ്രീലി മൂവിങ് ബോഡീസ്, കാറ്റായാലും വെള്ളമായാലും, അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്കാണ്, വലതു ഭാഗത്തേക്കാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഫ്രീലി മൂവിങ് ബോഡീസ് ഡിഫ്ലക്റ്റ് ചെയ്യുക, തെന്നി മാറുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു എയർ ആണെങ്കിൽ എയർ മൂവ് ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ അതിൻ്റെ ദിശ പെട്ടെന്ന് എന്തിലോട്ട് മാറും? റൈറ്റിലോട്ട്, വലത്തേ ഭാഗത്തോട്ട് മാറും. ഇനിയിപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഈ കാറ്റായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ അതിൻ്റെ ദിശ ഏറ്റവും കൂടുതൽ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക, എങ്ങോട്ടാണ് തെന്നി മാറുക എന്ന് ചോദിച്ചാൽ അത് ലെഫ്റ്റിലേക്കാണ് സദേൺ ഹെമിസ്ഫിയറിൽ. ഇതൊക്കെ ഇങ്ങനെ തെന്നി മാറാൻ, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഫോഴ്സ്? അതാണ് കൊറിയോളിസ് ഫോഴ്സ്. ഇതൊക്കെ ഈ ഫോഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷനാണ്. ഭൂമി ഇങ്ങനെ ചുറ്റുന്നത് കൊണ്ടാണ് ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്രീലി മൂവിങ് ബോഡീസ് ആയിട്ടുള്ള എയറും വാട്ടറും നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? കൊറിയോളിസ് ഫോഴ്സ് വളരെ സിമ്പിളല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ എയറോ വാട്ടറോ അവ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ട് തെന്നി മാറും. ഇനി അവിടെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അവ ലെഫ്റ്റിലോട്ടാണ് തെന്നി മാറുന്നത്. അത് ഒരു ഫോഴ്സ് കാരണമാണ്. ഈ ഫോഴ്സ് എന്തുകൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് എർത്ത്സ് റൊട്ടേഷൻ. ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഈ ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് കൊറിയോളിസ് ഫോഴ്സ്? ദിസ് ഫോഴ്സ് ഇൻക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ പോൾസ് ഫ്രം ദ ഇക്വേറ്റർ. ഇത് പോളിലോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട്, നമ്മുടെ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് അല്ലേ. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലോട്ട് അടുക്കുന്നതിനനുസരിച്ച് ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഈ ഫോഴ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഇക്വേറ്ററിൻ്റെ ആ ഭാഗത്ത് കുറവാണെങ്കിലും ഇക്വേറ്ററിൽ നിന്ന് നോർത്തേൺ പോൾ ആയിക്കോട്ടെ സദേൺ പോൾ ആയിക്കോട്ടെ അതിന് പോളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. ഇനി അടുത്തതാണ് ഫെറൽസ് ലോ. കൊറിയോളിസ് ഫോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ കൂടെ തന്നെ പഠിക്കാനുള്ള ഒന്നാണ് ഫെറൽസ് ലോ. ഫെറൽസ് ലോ എന്താണ്? സെയിം കൊറിയോളിസ് ഫോഴ്സ് തന്നെയാണ് പറയുന്നത്. എന്താ നോക്കാം. അഡ്മിറൽ ഫെറലാണ് ഇങ്ങനെ ഒരു ലോ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ ഫെറൽസ് ലോ എന്ന് പേര് വന്നത് കേട്ടോ. അപ്പോൾ അഡ്മിറൽ ഫെറൽ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ വിൻഡ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡിഫ്ലക്ട് ടുവേർഡ്സ് എയർ റൈറ്റ് ആൻഡ് ദോസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഡിഫ്ലക്ട് ടുവേർഡ്സ് എയർ ലെഫ്റ്റ് ഡ്യൂ ടു ദ കൊറിയോളിസ് എഫക്റ്റ്. ഇത്രയേ ഉള്ളൂ. അഡ്മിറൽ ഫെറൽ ഫൗണ്ട് ചെയ്തതാണ്. അദ്ദേഹം ഫൗണ്ട് ചെയ്തത് എന്താണ്? അദ്ദേഹം പറയാണ് കാറ്റ്, ഇവിടെ പ്രത്യേകമായിട്ട് ഫെറൽസ് ലോയിൽ പറയുന്നത് കാറ്റിനെ കുറിച്ചിട്ടാണ്, വിൻഡിനെ കുറിച്ചിട്ടാണ്. വിൻഡ് നമ്മുടെ കാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ട്
ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ കാറ്റ് ലെഫ്റ്റിലേക്ക് അല്ലെ ഇടത്തോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇത് കൊറിയോലിസ് എഫക്റ്റ് കാരണമാണ് എന്ന് കണ്ടെത്തിയ ആളാണ് അഡ്മിറൽ ഫെറൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്, ഫെറൽസ് ലോ എന്നത്. ദ ലോ പുട്ട് ഫോർവേഡ് ബൈ ഹിം ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഇസ് നോൺ ആസ് ഫെറൽസ് ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു കാര്യം പഠിച്ചാൽ നമുക്ക് 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് എന്താണെന്നും അതുപോലെ അതിൻ്റെ കൂടെയുള്ള അഡ്മിറൽ ഫെറൽസ് ലോ അല്ലെ ഫെറൽസ് ലോ എന്താണെന്നും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി സ്പീഡ് ഓഫ് വിൻഡ് ആൻഡ് ഫ്രിക്ഷൻ. The speed of wind will be high over ocean surfaces and level icelands as the friction is less. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, കൊറിയോളിസ് ഫോഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി വേറെ രണ്ടാമത്തെ ഘടകമാണ് ഫ്രിക്ഷൻ അല്ലേ, ഫ്രിക്ഷൻ. അപ്പോൾ കാറ്റിൻ്റെ സ്പീഡും ഡയറക്ഷനും നോക്കുന്നതിൽ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഫ്രിക്ഷൻ എന്നത്. എന്താണ് ഫ്രിക്ഷൻ? ദ സ്പീഡ് ഓഫ് വിൻഡ് വിൽ ബി ഹൈ ഓവർ ഓഷ്യൻ സർഫസസ് ആൻഡ് ലെവൽ ലാൻഡ്സ് ആസ് ദ ഫ്രിക്ഷൻ ഈസ് ലെസ്. നമ്മുടെ കാറ്റിൻ്റെ സ്പീഡ്, കാറ്റിൻ്റെ വേഗത നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. വിൽ ബി ഹയർ ഓവർ ഓഷ്യൻ സർഫസസ്. സമുദ്രഭാഗങ്ങളിൽ കാറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ വളരെ കൂടുതലാവാൻ കാരണം? അത് നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ, വേറെ അവിടെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തായിരിക്കും, ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഫ്രിക്ഷൻ വിൽ ബി ലെസ്. അപ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുതലുള്ള സ്ഥലമാണ് ഓഷ്യൻ സർഫസിൽ. എന്തുകൊണ്ടാണ് അവിടെ കാറ്റിൻ്റെ വേഗത കൂടാൻ കാരണം? അവിടെ ലെവൽ ലാൻഡ്സ് ആയതുകൊണ്ടാണ്, അവിടെ വേറെ തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഓൺ ദ അതർ ഹാൻഡ്, ദ ഫ്രിക്ഷൻ ബീങ് മോർ അലോങ് ഡിഫിക്കൽട്ട് ടെറൈൻസ് ആൻഡ് പ്ലേസസ് വിത്ത് ഡെൻസ് ഫോറസ്റ്റ് കവർ, the speed of wind will be less in those places. അല്ലേ, ഇനി ഫ്രിക്ഷന് ഇവിടെ കൂടുതലായിരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈൻസിൽ അല്ലേ. ഇനിയിപ്പോൾ മലയിലോ മലൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫോറസ്റ്റ് ഏരിയാസ്, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ കാറ്റിൻ്റെ വേഗത എന്തായിരിക്കും, കുറച്ച് അവിടെ കാറ്റിൻ്റെ വേഗത സ്പീഡ് അവിടെ കുറവായിരിക്കും. അതേസമയം ഫ്രിക്ഷന് കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ വിൽ ബി ഹൈ ഇൻ ദോസ് ഏരിയാസ് വെർ ഡിഫിക്കൽട്ട് ടെറൈൻസ് ആൻഡ് പ്ലേസസ് വിത്ത് more forest cover. The speed of wind will be less in those places. മനസ്സിലായോ? കാറ്റിൻ്റെ വേഗതയും ഫ്രിക്ഷനും പറ്റിയിട്ട്. കാറ്റിൻ്റെ വേഗത കൂടുമ്പോൾ ഫ്രിക്ഷൻ കുറയും അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനിയിപ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുകയാണെങ്കിൽ അല്ലേ, കാറ്റിൻ്റെ വേഗത കൂടുകയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയും, കാറ്റിൻ്റെ വേഗത കുറയുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൂടും. അപ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? സ്പീഡ് കൂടുക ഓഷ്യനിലാണ്, സമുദ്രത്തിലാണ്. ഇനിയിപ്പോൾ ലെവൽ ലാൻഡ്സ് ആയതുകൊണ്ടാണ് അവിടെ സ്പീഡ് കൂടാൻ കാരണം. ഇനി അവിടെ തടസ്സങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, അത് ഒന്നാമത് ഫോറസ്റ്റോ അല്ലെങ്കിൽ മലകളൊക്കെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, കാറ്റിൻ്റെ വേഗത കുറച്ച് കുറവായിരിക്കും. അടുത്ത ടോപ്പിക്കാണ് പ്ലാനറ്ററി വിൻഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ പ്ലാനറ്ററി വിൻഡ്സ്. എന്താണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ? The winds developed between the global pressure belts can be generally called as planetary winds. പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ വിൻഡ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഈ കാറ്റ് ഉണ്ടാവുന്നത് എവിടെയാണ്? നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽസിൻ്റെ ഇടയിലാണ്. ഇവിടെ പ്ലാനറ്ററി വിൻഡ്സ് 3 തരമുണ്ട് കേട്ടോ. പ്ലാനറ്ററി വിൻഡ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. അപ്പം 3 തരം പ്ലാനറ്ററി വിൻഡ്സ് ഏതൊക്കെയാണ്? അപ്പം ട്രേഡ് വിൻഡ് എന്താണെന്ന് നോക്കാം അല്ലേ. പ്ലാനറ്ററി വിൻഡിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണ് ട്രേഡ് വിൻഡ്. അപ്പോൾ എന്താണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും അതുപോലെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കും. അപ്പം ട്രേഡ് വിൻഡ് വെറുതെ എങ്ങനെയുണ്ട്?
ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതിൽ ചെറിയൊരു തെറ്റുണ്ട്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് മുകളിലുണ്ടാവുക, താഴത്ത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഇക്വറ്റോറിൻ്റെ മുകളിലുള്ള ഹെമിസ്ഫിയറിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. അപ്പം നമ്മുടെ ഇക്വേറ്ററിൻ്റെ മുകളിലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ താഴെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അപ്പം നോർത്തിലുള്ള ട്രേഡ് വിൻഡിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും, നമ്മുടെ സൗത്തിലുള്ള ട്രേഡ് വിൻഡിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും. എന്തുകൊണ്ടാണ് ഈസ്റ്റ് അവിടെ വരുന്നത്? സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ഈ കാറ്റ് വീശുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിൽ നിന്നിട്ടാണ് ഈ കാറ്റ് വരുന്നത്. എവിടെ നിന്നിട്ടാണ്? ഈസ്റ്റിൽ നിന്നാണ് ഈ കാറ്റ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും അതുപോലെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. 2 തരം ട്രേഡ് വിൻഡ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നോക്കാം. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താ നോക്കിക്കേ. Trade wind. The winds blow continuously from subtropical high pressure belt towards the equatorial low pressure belt. These are known as trade winds. As this wind blows from the northeast in the northern hemisphere, they are known as നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ട്രേഡ് വിൻഡ് ഈ കാറ്റ് വീശുന്നത് ഏത് ഡയറക്ഷനിൽ നിന്നാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നായതുകൊണ്ട്, വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നായതുകൊണ്ട് ആ കാറ്റിനെ നമ്മളെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ ആൻഡ് ദ വിൻഡ്സ് ബ്ലോസ് ഫ്രം സൗത്ത് ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ ആ കാറ്റ് വീശുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്നാണ്. കാറ്റ് ബ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്നായതുകൊണ്ട് ആ കാറ്റിനെ, ആ ട്രേഡ് വിൻഡ് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും വിളിക്കുന്നു. ഇനി ഈ ട്രേഡ് വിൻഡിൻ്റെ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. എന്താണ്? ITCZ. അപ്പോൾ ITCZൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. അപ്പോൾ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 1 മാർക്കിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ദ സോൺ വേർ ദ ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ഹെമിസ്ഫിയർ കൺവേർജ് ഈസ് നോൺ ആസ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. ഇത്രയേ ഉള്ളൂ. ITCZ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്ചർ നോക്കിക്കേ. നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ഏത് കാറ്റുണ്ട്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ട്. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ബ്ലോ ചെയ്യുന്നുണ്ട്. സൈഡിലുള്ള കാറ്റും അല്ലേ, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വീശുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൂടി ഒരുമിക്കുന്ന, കൺവേർജ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന് പറയുന്നത്. എന്താണ്? ദ സോൺ വേർ ദ ട്രേഡ് വിൻഡ്സ് ഫ്രം ബോത്ത് ദ ഹെമിസ്ഫിയർ കൺവേർജ് ഈസ് നോൺ ആസ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. ITCZ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അതുപോലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൺവേർജ് ചെയ്യുന്ന, ഒരുമിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ, ആ സോണിനെയാണ് നമ്മൾ ITCZ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് വിൻഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഏതാണ്? വെസ്റ്റേർലീസ്. 2ാമത്തെ പ്ലാനറ്ററി വിൻഡാണ് വെസ്റ്റേർലീസ്. എന്താണ് വെസ്റ്റേർലീസ്? അപ്പോൾ നമ്മൾ വെസ്റ്റേർലീസിൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഒരു പോയിന്റ് നമുക്ക് ആ പേരിൽ തന്നെ കിട്ടും. വെസ്റ്റിൽ നിന്നിട്ടാണ് ഈ കാറ്റ് വീശുന്നത്. ഓക്കെ, നോക്കാം. വിൻഡ്സ് ബ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പം ഈ വെസ്റ്റേർലീസ് എവിടെയാണ് വീശുന്നത്? നമുക്ക് ആദ്യം ഇതൊക്കെ പഠിക്കുന്ന ആദ്യം നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നല്ലോണം അറിയണം കേട്ടോ, എന്നാലേ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെയുള്ളത് തന്നെയാണ് ഇതും. നമ്മുടെ അതിന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും അതുപോലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വെസ്റ്റേർലീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും അതുപോലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? സബ്
വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നു. എന്താണ്? വെസ്റ്റേർലീസ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും എന്തുണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും ഉണ്ട്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും ഉണ്ട്. ഇവിടെ നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അവിടെയും എന്തുണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും ഉണ്ട്. അപ്പം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വെസ്റ്റേർലീസ്. എന്തുകൊണ്ട് അതിന് വെസ്റ്റേർലീസ് എന്ന പേര് വന്നത്? As the direction of these winds are mostly from the west, these are known as westerlies. ഇതിൻ്റെ ഡയറക്ഷൻ, ഈ കാറ്റിൻ്റെ വെസ്റ്റേർലീസ് എന്ന കാറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്, അതിൻ്റെ ദിശ എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്നാണ്, പടിഞ്ഞാറ് നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് ഈ കാറ്റിന് എന്ത് പേര് വന്നത്? വെസ്റ്റേർലീസ് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, the westerlies are stronger in the southern hemisphere than in the northern hemisphere. This is due to the vast expanse of oceans in the southern hemisphere. നമ്മൾ പറഞ്ഞു ഈ വെസ്റ്റേർലീസ് രണ്ട് ഭാഗത്തുണ്ട് അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. പക്ഷേ വെസ്റ്റേർലീസ് പറഞ്ഞ കാറ്റ് സ്ട്രോങ്ങർ ആയിട്ടുള്ളത് അത് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലാണ്. എന്തുകൊണ്ടാണ്? എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ് വെസ്റ്റേർലീസ് സ്ട്രോങ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവിടെ സ്ട്രോങ് ആവാൻ കാരണം? നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാൾ കൂടുതൽ സദേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ വെസ്റ്റേർലീസ് സ്ട്രോങ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായിട്ടും നമുക്ക് ഓഷ്യൻസ് ആണുള്ളത്. ഓക്കെ, ഓഷ്യൻസ് ആണ്. നമ്മുടെ ഭൂമിയുടെ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും സദേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് ഓഷ്യനാണ്. കുറഞ്ഞ ലാൻഡ് ഭാഗമേ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലുള്ളൂ. അപ്പം ഓഷ്യൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാറ്റ് നല്ല സുഖമായിട്ട് വീശാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഓഷ്യൻ്റെ ഭാഗങ്ങളിൽ കാറ്റിൻ്റെ സ്പീഡ് കൂടും. എന്തുകൊണ്ടാണ്? അവിടെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പീഡ് കൂടുന്നതാണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റിൻ്റെ സ്പീഡ് കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ വെസ്റ്റേർലീസ് സ്ട്രോങ്ങർ ആണ് സദേൺ ഹെമിസ്ഫിയറിൽ. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ കോണ്ടിനെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ സദേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെൻറ്റ് കുറവും ഓഷ്യൻ കൂടുതലും ആയതുകൊണ്ട് അവിടെ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? അവിടുത്തെ വെസ്റ്റേർലീസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്, അവിടുത്തെ കാറ്റ് നല്ല സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറൈനേഴ്സിന്, കപ്പലിലെ ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വെസ്റ്റേർലീസ് വീശുന്ന ആ സ്ഥലം. മെയിൻലി വെസ്റ്റേർലീസ് ആർ ഹെൽപ്പ് ഗാമ ടു റീച്ച് സൗത്ത് ആഫ്രിക്ക ത്രൂ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. The ancient mariners had given different names to the rough westerlies in the southern hemisphere. അപ്പോൾ സദേൺ ഹെമിസ്ഫിയർ നമ്മൾ പറഞ്ഞു ഈ പണ്ട് കാലത്തുള്ള മറൈനേഴ്സിന് അതൊരു പേടി സ്വപ്നമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാറ്റാണ് വെസ്റ്റേർലീസ് എന്ന കാറ്റാണ് അവിടെ വീശുന്നത്. അപ്പം കപ്പലിലുള്ള ആളുകൾക്കൊക്കെ അത് ഒരു പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ആൻഷ്യൻ മറൈനേഴ്സ് ഈ വെസ്റ്റേർലീസിന് 3 പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് 3 പേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? റോറിംഗ് ഫോർട്ടീസ്. എന്താണ്? റോറിംഗ് ഫോർട്ടീസ്. അത് 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുള്ള ഭാഗത്തിനെ റോറിംഗ് ഫോർട്ടീസ് എന്നും 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുള്ള ഭാഗത്തെ ഫ്യൂരിയസ് 50s എന്നും അതുപോലെ ഷ്രീക്കിംഗ് 60s എന്നും 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡുള്ള ഭാഗങ്ങളെ ഷ്രീക്കിംഗ് 60s എന്നും ആണ് പേരിട്ട് വിളിച്ചത്. ഇതൊക്കെ പേരൊക്കെ നോക്ക് നിങ്ങൾ. റോറിംഗ് അലറുക അല്ലേ, ഫ്യൂരിയസ് ഭയപ്പെടുത്തുക, ഷ്രീക്കിംഗ് അപ്പോൾ ഒക്കെ ഒരു ഭയപ്പെടുത്തുന്ന ടൈപ്പിലാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും സ്ട്രോങ്ങർ ആണ് അവിടുത്തെ കാറ്റ്. അതുകൊണ്ട് ആൻഷ്യൻ മറൈനേഴ്സ് വെസ്റ്റേർലീസിന്, എവിടെയുള്ള വെസ്റ്റേർലീസിന്? സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലീസിന് ഇട്ട പേരുകളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. ഓക്കെ, അപ്പം വെസ്റ്റേർലീസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റ് അല്ലേ, അതിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? വെസ്റ്റേർലീസ് എന്ന് വിളിക്കും. അതിൻ്റെ ഡയറക്ഷൻ വെസ്റ്റിൽ നിന്നായതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേർലീസ് ആണ് സ്ട്രോങ്. ഇതിനേക്കാളും നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസിനേക്കാളും സ്ട്രോങ് സദേൺ ഹെമിസ്ഫിയറിലാണ്. അത് എന്ത് കാരണത്താലാണ്? ഈസ് ഡ്യൂ ടു ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഓഷ്യൻസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതുപോലെ ആൻഷ്യൻ മറൈനേഴ്സ് ഇതിന് പല പേരിട്ട് വിളിച്ചിട്ടുണ്ട്. മെയിൻലി 3 എണ്ണം ഏതൊക്കെയാണ്? റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s. ഇനി നമ്മുടെ ലാസ്റ്റ് പ്ലാനറ്ററി വിൻഡാണ് പോളാർ ഈസ്റ്റേർലീസ്. ഇപ്പോൾ ട്രേഡ് വിൻഡ് നമ്മൾ പഠിച്ചു, വെസ്റ്റേർലീസ് പഠിച്ചു, ലാസ്റ്റ് വണ്ണാണ് പോളാർ ഈസ്റ്റേർലീസ്. പോളാർ ഈസ്റ്റേർലീസ് പഠിക്കാൻ നമ്മൾ ആ ഗ്രാഫ് എടുത്ത് നോക്കാം. പോളാർ ഈസ്റ്റേർലീസ് നോക്കൂ. ഇനിയുള്ള 2 ഇക്വറ്റോറിയൽ ലൈൻ, 2 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഏതൊക്കെയാണ്? അവസാനമുള്ളത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും ഉണ്ട്,
പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട് അല്ലേ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാറ്റ് എപ്പോഴും വീശുക എവിടെ നിന്നാണ്? കാറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണല്ലേ. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീശുന്ന അല്ലേ, അല്ലെങ്കിൽ അവിടെയുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കാറ്റെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറുള്ള ഭാഗത്തു നിന്നാണ് വീശുക കേട്ടോ. അപ്പോൾ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെയും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൻ്റെയും ഇടയിൽ വീശുന്ന കാറ്റിനെ അല്ലേ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഈസ്റ്റേർലീസ് എന്നത് കേട്ടോ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റിനെയാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഈ പോളാർ ഈസ്റ്റേർലീസ് എന്ന പേര് വരാൻ കാരണം എന്തായിരിക്കും? ഈസ്റ്റിലെ, ഈസ്റ്റിൽ നിന്നാണ്, ദിശ നോക്ക്, ഈസ്റ്റിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അപ്പം ഈസ്റ്റിൽ നിന്ന് വീശുന്നത് കൊണ്ട് അതിന് ഈസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്ക്, പോളാർ റീജിയൻസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ഹൈ പ്രഷർ. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൻ്റെ ഒരു ഭാഗമാണ്. ദ പോളാർ വിൻഡ്സ് ആർ ദ കോൾഡ് വിൻഡ്സ് ദാറ്റ് ബ്ലോ ഫ്രം ദീസ് ഹൈ പ്രഷർ ഏരിയാസ് ടുവേർഡ്സ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. പിന്നെ ഈ പോളാർ വിൻഡ്സ്, പോളാർ ഈസ്റ്റേർലീസിൻ്റെ പ്രത്യേകത എന്താണ്? അത് നല്ല കോൾഡ് വിൻഡാണ് അല്ലേ, നല്ല തണുത്ത കാറ്റാണ്. കാരണം അത്രയും പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പുള്ള ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീശുന്ന കാറ്റും നല്ല തണുപ്പുള്ളതായിരിക്കും. അപ്പോൾ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് എവിടേക്ക്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്ക്, ദീസ് വിൻഡ്സ് ബ്ലോ ഫ്രം ദ ഈസ്റ്റ് ഇൻ ദ ബോത്ത് ഹെമിസ്ഫിയർ ഡ്യൂ ടു കൊറിയോളിസ് ഫോഴ്സ് അല്ലേ. ഈ കാറ്റ് വീശുന്നത് രണ്ട് സൈഡ്, നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഈ കാറ്റ് വീശുന്നത് ഈസ്റ്റിൽ നിന്നാണ് അല്ലേ, ഡ്യൂ ടു കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് കാരണം ഈസ്റ്റിൽ നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് ഈ എന്ത് പേര് കൊടുത്തു? പോളാർ ഈസ്റ്റേർലീസ് എന്ന് അതിനെ വിളിക്കാൻ കാരണം കേട്ടോ. These winds play a significant role in determining the climate of North America, the Eastern European countries and Russia. ഈ കാറ്റ് മെയിൻലി ഏതൊക്കെ രാജ്യത്തിൻ്റെ ക്ലൈമറ്റ് കണ്ടീഷനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നോർത്ത് അമേരിക്ക ഉണ്ട്, ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, അതുപോലെ റഷ്യ. ഈ ഭാഗങ്ങളിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു വിൻഡാണ് ഏത്? നമ്മുടെ പോളാർ ഈസ്റ്റേർലീസ്. അങ്ങനെ ഒരു വൺ വേർഡ് ആയിട്ട് ചോദിച്ചാലും പറയാൻ പറ്റണം. നോർത്ത് അമേരിക്ക, ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് റഷ്യയിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന വിൻഡ് ഏതാണ്? അത് പോളാർ ഈസ്റ്റേർലീസ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പ്രത്യേകത? പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന തണുത്ത അല്ലേ കോൾഡ് വിൻഡിനെയാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പേര് വരാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, കാറ്റ് വീശുന്ന ബ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് നിന്നായതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തത്. പിന്നെ ഈ വിൻഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നത് നോർത്ത് അമേരിക്കയിലും ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലും റഷ്യയിലൊക്കെയാണ്. അവിടുത്തെ ക്ലൈമറ്റിനെ തന്നെ മാറ്റുന്ന ഒരു വിൻഡാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ പീരിയോഡിക് വിൻഡ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പം ഇത് മെയിൻലി കുറച്ച് കാര്യങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നോട്ട്സൊക്കെ തയ്യാറാക്കി തന്നെ പഠിക്കാം. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.